മോർണിംഗ് സ്റ്റുഡൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡാറ്റ ആൻഡ് ഇൻഫർമേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് സംബന്ധിച്ചാണ് പറയുന്നത്. ചില ഹോംവർക്കുകളൊക്കെ തന്നിരുന്നു, ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹോംവർക്കുകൾ ചെയ്ത് കാണിക്കണം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വിട്ടുപോയിരുന്നത് ഒരു നോട്ട്ബുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. 2 നോട്ട്ബുക്ക് വേണം. ഒന്ന് നമ്മുടെ പാഠങ്ങളിലെ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴുള്ള ലെക്ചർ നോട്ട് എഴുതാൻ വേണ്ടിയുള്ള ഒരു നോട്ട്ബുക്ക് വേണം. മറ്റോരോ പാഠങ്ങൾ കഴിയുമ്പോഴും അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുകളും നമ്മൾ PDF രൂപത്തിൽ തരും. അത് എഴുതിയെടുക്കാനുള്ള ഒരു നോട്ട്ബുക്ക്. ഇങ്ങനെ 2 നോട്ട്ബുക്ക് ആവശ്യമാണ്. ലെക്ചർ നോട്ട് നമ്മൾ റഫ് നോട്ട്ബുക്ക് ആയാലും പ്രശ്നമില്ല. നമ്മുടെ പാഠഭാഗങ്ങൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ട് എഴുതാൻ നമുക്ക് നിർബന്ധമായി നല്ലൊരു നോട്ട്ബുക്ക് വേണം. എല്ലാവരും നോട്ട്ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് PDF നോട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും എഴുതിയെടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഇന്ന് നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. ഇനി ഡാറ്റ പ്രോസസ്സിംഗ് സംബന്ധിച്ച് പറയാം. ഇപ്പോൾ നമ്മൾ ഡാറ്റ എന്താ പഠിച്ചു, ഇൻഫർമേഷൻ എന്താ പഠിച്ചു, അതിൻ്റെ കമ്പാരിസൺ അത് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഇതിലൊരു പോയിന്റ് കൂടെ നമുക്ക് പറയാനുണ്ട്. ഡാറ്റ പ്രോസസ്സിംഗ് ഒരു ഡാറ്റയെ ഇൻഫർമേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രവർത്തനം, അതിനാണ് എന്താ പറയുക ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഡാറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ഓപ്പറേഷൻ ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡാറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, ഉണ്ടാക്കാൻ വേണ്ടി ഡാറ്റ എന്താണ് പ്രത്യേക രീതിയിൽ എന്ത് പ്രോസസ്സ് ചെയ്യാം, അതിനെ ആക്ടിവിറ്റി ചെയ്യാം, അതിനെ ഓപ്പറേറ്റ് ചെയ്യാം. ഇതിനാണ് എന്താണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഡാറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ഓപ്പറേറ്റിംഗ് ഓർ ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ്, ആ ഡാറ്റ ഓപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിലോ ഒരു ഡാറ്റയുടെ മേലിൽ എന്ത് ചെയ്യാം, അതിന് ഒരു ഇൻഫർമേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഡാറ്റയെ പ്രവർത്തിപ്പിക്കാം. ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ്, ആ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ്, ആ ഓപ്പറേഷന് പറയുന്ന പേരാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഡാറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ഓപ്പറേഷൻ ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ ഡാറ്റ ടു ജനറേറ്റ് ഇൻഫർമേഷൻ. ടു ജനറേറ്റ് ഇൻഫർമേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡാറ്റയുടെ മേലുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഓപ്പറേഷൻസ്. ഓക്കെ, ഇതിനാണ് എന്ത് പറയുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഒരു ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അതിന് പല സ്റ്റേജസുകളുണ്ട്. 6 സ്റ്റേജസുകളുണ്ട്. 6 സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ് ഒക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. 6 സ്റ്റേജസ് ആണ് ഒരു ഡാറ്റ പ്രോസസ്സിംഗ് ഉള്ളത്. അതൊന്ന് ടോട്ടൽ പറയാം. ഫസ്റ്റ് വൺ, capturing data. Second one, input of data. Next, storage of data, processing or manipulation of data, input of information, distribution of information. ഇങ്ങനെ 6 സ്റ്റേജുകളാണ്. ഒന്ന് ക്യാപ്ചറിങ് ഡാറ്റ, മറ്റൊന്ന് ഇൻപുട്ട് ഓഫ് ഡാറ്റ, സ്റ്റോറേജ് ഓഫ് ഡാറ്റ, പ്രോസസ്സിംഗ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇങ്ങനെ 6 തരത്തിൽ സ്റ്റേജുകളാണ്. 6 സ്റ്റേജുകളാണ് സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. നമുക്ക് ഓരോന്നും ചർച്ച ചെയ്യാം. ആദ്യം നമുക്കൊരു എക്സാമ്പിൾ പരിചയപ്പെടാം. എന്തിനാണ് സ്റ്റേജ് എന്നുള്ളത്. ഇപ്പം നമ്മൾ SSLCയിലൊക്കെ നമ്മൾ പരീക്ഷ എഴുതി, നമ്മൾ മാർക്കുകളൊക്കെ പല ക്യാമ്പുകളിലാണ് ഓരോ വിഷയങ്ങളും പേപ്പർ വാല്യുവേഷൻ നടന്നത് അല്ലേ. ഒരു സബ്ജക്റ്റ്, ഓരോ സബ്ജക്റ്റും വ്യത്യസ്ത ക്യാമ്പുകളിലാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത സബ്ജക്റ്റ്, ഓരോ സബ്ജക്റ്റൊക്കെ പല ക്യാമ്പുകളിലായിട്ട് വാല്യുവേഷൻ നടക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ ആ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ക്യാമ്പിലെത്തി അവിടെയുള്ള ടീച്ചേഴ്സുകളൊക്കെ അത് വാല്യുവേറ്റ് ചെയ്ത് ഒരു പ്രത്യേക ഫോർമാറ്റിൽ മാർക്കുകളൊക്കെ രേഖപ്പെടുത്തി എന്ത് ചെയ്യുന്നു, അവർ സബ്മിറ്റ് ചെയ്യുന്നു ഒരു ക്യാമ്പിൽ. ഇനി അടുത്ത SSന്റെ ഒരു ക്യാമ്പാണെങ്കിൽ അവിടെയുള്ള അധ്യാപകർ അവിടെ SSന്റെ വിഷയങ്ങളൊക്കെ വാല്യുവേറ്റ് ചെയ്ത് ഒരു പ്രത്യേക ഫോർമാറ്റിൽ മാർക്ക് എഴുതി
ഏൽപ്പിക്കുന്നു അല്ലേ, അതിൻ്റെ അതോറിറ്റിയെ ഏൽപ്പിക്കുന്നു പ്രത്യേക ഫോർമാറ്റിൽ. അങ്ങനെ ഓരോ സബ്ജക്റ്റും എന്താണ് പല ക്യാമ്പുകളിലാണ്, പല സ്ഥലങ്ങളിലാണ് വാല്യുവേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവയ്ക്ക് എന്ത് ചെയ്യുന്നു, ഇവയൊക്കെ പ്രത്യേക ഫോർമാറ്റിൽ ആ മാർക്കുകളൊക്കെ എഴുതിയിട്ട്, കുട്ടികളുടെ കിട്ടിയ മാർക്കുകളൊക്കെ എഴുതിയിട്ട് അതോറിറ്റിയെ ഏൽപ്പിക്കുക അല്ലേ. അതോറിറ്റി എന്ത് ചെയ്യും, കിട്ടിയ മാർക്ക് ഓരോന്നും കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് നോക്കും, ഇൻപുട്ട് ചെയ്ത് നോക്കും. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ മാർക്ക് കിട്ടുമ്പോൾ ഇംഗ്ലീഷിൻ്റെ മാർക്ക് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യും. SS കിട്ടുമ്പോൾ അതിൻ്റെ മാർക്ക്, മാത്സ് കിട്ടുമ്പോൾ അതിൻ്റെ മാർക്ക്, അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്കും കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യും, ഫീഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ എല്ലാ മാർക്കുകളും കിട്ടിയാൽ, അതിൻ്റെ തിയറിയും അതുപോലെ C മാർക്കുകളും പ്രാക്ടിക്കലും ഒക്കെ മാർക്കുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം, ഇവയൊക്കെ പ്രോസസ്സ് ചെയ്യും. ഇവയൊക്കെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. എല്ലാതും എന്ത് ചെയ്യും, ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനാണ് സ്റ്റോർ ചെയ്യുന്നത്, എല്ലാ മാർക്കും കിട്ടിയിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, അതിൻ്റെ എന്താണ് എലിജിബിൾ ആണോ അല്ലെങ്കിൽ തീരുമാനിക്കാൻ. അങ്ങനെ എന്ത് ചെയ്യും, എല്ലാതും കിട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ആ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ, മാനിപ്പുലേറ്റ് ചെയ്യണം, ആ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യണം. ഇപ്പോൾ CAയിൽ ഇത്ര മാർക്ക് മിനിമം ഇത്ര വേണം, അതിന് D+, A+, C+, B+ പോലുള്ള മാർക്കുകളൊക്കെ തീരുമാനിക്കാൻ. അങ്ങനെ തീരുമാനിച്ച് കഴിയുമ്പോൾ ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ആണ് എന്ത് ഔട്ട്പുട്ട് ചെയ്യും അല്ലേ, നമുക്ക് റിസൾട്ട് കിട്ടും. എന്നിട്ട് ആ റിസൾട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളിലേക്ക് വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വഴി നമ്മുടെ അടുക്കൽ നമുക്ക് കിട്ടുന്നത്. ഇവിടെ 6 സ്റ്റേജസുകളാണ് കഴിഞ്ഞത്. എന്ത് ചെയ്തു, പ്രത്യേക ഫോർമാറ്റിൽ മാർക്ക് കളക്ട് ചെയ്തു. ആ സ്റ്റേജാണ് ക്യാപ്ചറിങ് ഡാറ്റ. പ്രത്യേക ഫോർമാറ്റിൽ ഡാറ്റകളെ കളക്ട് ചെയ്യാം. ഇതിനാണ് എന്ത് പറയുന്നത്, ക്യാപ്ചറിങ് ഡാറ്റ. ഈ മാർക്കുകൾ ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്കുകൾ കിട്ടുമ്പോൾ അത് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നു. ഇതിനാണ് എന്ത് പറയുന്നത്, ഇൻപുട്ട് ഓഫ് ഡാറ്റ. ഫീഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ കയറ്റുന്ന പ്രക്രിയയാണ് ഇൻപുട്ട് ഓഫ് ഡാറ്റ. എന്നിട്ടത് പിന്നീടുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് 3ാമത്തെ സ്റ്റേജ്, സ്റ്റോറേജ് ഓഫ് ഡാറ്റ. ഇനിയോ സ്റ്റോർ ചെയ്ത ആ മാർക്കുകളൊക്കെ റിസൾട്ടിന് വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. അതാണ് പ്രോസസ്സിങ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് ലഭിക്കുന്നു. ഇത്ര ആൾ പാസ്സായി, ഇത്ര ആൾ ഫെയിൽഡായി, ഇത്ര ആൾക്ക് A+, ഇത്ര ആൾക്ക് B+ പോലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടി. അതാണ് എന്ത്, ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ. അങ്ങനെ റിസൾട്ട് കിട്ടിയാൽ അതങ്ങനെ അവരുടെ കമ്പ്യൂട്ടറിൽ വെച്ചാൽ പോരാ അല്ലേ, അതോറിറ്റിയുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായാൽ മതിയോ? ഇല്ല, അത് നമുക്ക് എത്തിക്കണം. ആ എത്തിക്കുന്ന സ്റ്റേജസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഇൻഫർമേഷൻ. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ വിതരണം ചെയ്യാം. ഇങ്ങനെ 6 സ്റ്റേജസ് വഴിയാണ് ഡാറ്റ പ്രോസസ്സിംഗ് നടക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ക്യാപ്ചറിങ് ഡാറ്റ, ഇൻപുട്ട് ഓഫ് ഡാറ്റ, സ്റ്റോറേജ് ഓഫ് ഡാറ്റ, പ്രോസസ്സിംഗ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, ഇത് ഓരോന്നും വിശദമായി നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ക്യാപ്ചറിങ് ഡാറ്റ. ഒരു ഡാറ്റയെ ഒരു പ്രത്യേക ഫോർമാറ്റിൽ ക്യാപ്ചർ ചെയ്യുക, അത് കളക്ട് ചെയ്യുക അല്ലേ. അതാണ് എന്ത് പറയുന്നത്, ഒരു ക്യാപ്ചറിങ് ഡാറ്റ എന്നത് ഒരു പെർഫോം ഉണ്ടാവും അല്ലേ, ഒരു പ്രത്യേക ഒരു ഫോർമാറ്റ് ഉണ്ടാവും അല്ലേ. ഈ ഫോർമാറ്റിനെ വിളിക്കുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. മാർക്കുകളൊക്കെ ഫീഡ് ചെയ്യാൻ പ്രത്യേക ഫോർമാറ്റ് ഉണ്ടാവും, പെർഫോം ഉണ്ടാവും അല്ലേ. ആ പെർഫോമിനെ വിളിക്കുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്. വാട്ട് ഈസ് എ സോഴ്സ് ഡോക്യുമെൻറ്റ്? ദി പെർഫോമർ ഈസ് നോൺ ആസ് സോഴ്സ് ഡോക്യുമെൻറ്റ്. പ്രത്യേക ഫോർമാറ്റ്. ഇപ്പോൾ നിങ്ങളൊക്കെ +1 നമ്മൾ അലോട്ട്മെൻറ്റൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് ഒരു അപേക്ഷ ഓൺലൈനായി നമ്മൾ കൊടുത്തിരുന്നില്ല, പ്രത്യേക രൂപത്തിലുള്ളൊരു അപേക്ഷ. ആ അപേക്ഷക്കാണ് അക്ഷയയിലൊക്കെ നമ്മൾ പ്രത്യേക അപേക്ഷ കൊടുത്തിരുന്നു. ആ പ്രത്യേക രൂപത്തിലുള്ള ആ ഫോമിനാണ് സോഴ്സ് ഡോക്യുമെൻറ്റ്, പെർഫോമ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, പ്രത്യേക ഫോർമാറ്റ്, ഒരു പ്രത്യേക ഫോർമാറ്റിൽ ഡാറ്റ കളക്ട് ചെയ്യും. ഓക്കെ, അതാണ് ക്യാപ്ചറിങ് ഡാറ്റ. ഇനിയോ ഇൻപുട്ട് ഡാറ്റ എന്ന് പറഞ്ഞാലോ അതെന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നിന്ന് ലഭിക്കുന്ന ഡാറ്റയെ അല്ലെങ്കിൽ ആ ഡാറ്റയെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുക, ഇൻപുട്ട് ചെയ്യുക, കീബോർഡ് മൗസൊക്കെ ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്യുക. മനസ്സിലായോ?
അങ്ങനെ ഇൻപുട്ട് ചെയ്യുന്നതിനാണ് ഇൻപുട്ട് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനിയോ അടുത്ത സ്റ്റേജ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ. ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാം പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ റിസൾട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനും. അതുപോലെ ഇനി ഇപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക മാർക്കുകളൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ റിസൾട്ട് കഴിഞ്ഞാലും വീണ്ടും എന്ത് ചെയ്യണം, പിന്നീടുള്ള അപ്പോൾ റിവാലുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഫോട്ടോ കോപ്പി, അതുപോലെ റിവാലുവേഷൻ, സേ എക്സാം, ഇതൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നാലേ പിന്നീട് അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ആ പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി ഡാറ്റ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനാണ് സ്റ്റോറേജ് ഓഫ് ഡാറ്റ. പിന്നെ പ്രോസസ്സിങ് ഓർ മാനിപ്പുലേറ്റിംഗ് ഓഫ് ഡാറ്റ. ഡാറ്റ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ശതമാനം ഇതിൽ പല പ്രോസസ്സിങ്ങിൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. കാൽക്കുലേഷൻ വരുന്നുണ്ട്, സോർട്ടിങ്, ക്ലാസിഫിക്കേഷൻ, അല്ലേ, വേരിയസ് ഓപ്പറേഷൻസ് ആണ്. കാൽക്കുലേഷൻ, ക്ലാസിഫിക്കേഷൻ, കമ്പാരിസൺ, സോർട്ടിങ്, ഫിൽറ്ററിങ്, അല്ലേ, സമ്മറൈസിങ് ഒക്കെ പെടുന്നുണ്ട്. നമുക്ക് കിട്ടിയ ആ മാർക്ക് എന്ത് ചെയ്യണം, അതെന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് A+B+C എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫിക്കേഷൻ നടത്തണം, കമ്പാരിസൺ നടത്തണം. അതുപോലെ സോർട്ടിങ്, എത്ര ആൾക്ക് ഫുൾ A+ കിട്ടി. അതുപോലെ ഫിൽറ്ററിങ്, നമ്പർ അടിസ്ഥാനത്തിൽ അതിന് ഓർഡർ ക്രമീകരിക്കാം ഉള്ള കാര്യങ്ങളൊക്കെ ഈ ഡാറ്റ പ്രോസസ്സിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഓഫ് ഡാറ്റ എന്ന് പറയുന്ന സ്റ്റേജസിലാണ് പെടുന്നത്. അപ്പോൾ അതിന് ഇൻഫർമേഷന് വേണ്ടി അതിനെ തയ്യാർ ചെയ്യാൻ. ഓക്കെ, ഇതാണെന്ത് പ്രോസസ്സിങ് ഓർ മാനിപ്പുലേറ്റിംഗ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്, അല്ലേ. ഇനി ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാലോ, ഈ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ആഫ്റ്റർ പ്രോസസ്സിങ്. ഈ പ്രോസസ്സിങ് ചെയ്തതിന് ശേഷമുള്ള അടുത്ത സ്റ്റേജ് ആണെന്ത് ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ, അല്ലേ. പ്രൊവൈഡ് ദി ഇൻഫർമേഷൻ ഇൻ എ ഫോം, അല്ലേ. ബെനിഫിഷ്യറി പറഞ്ഞാൽ നമ്മളെ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് ഓരോ ആളുകളുടെയും റിസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. എന്താണ് ഇൻഫർമേഷൻ വിതരണം ചെയ്യും ഓരോ വ്യക്തികൾക്കും, യൂസറിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ദാതാവിലേക്ക് അതിൻ്റെ റിസൾട്ട് എത്തിക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ ഓരോ വിദ്യാർത്ഥികളിലേക്കും അവരുടെ മാർക്കുകൾ, അവരുടെ റിസൾട്ടിൽ എലിജിബിൾ ആണോ അല്ലേ പോലുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അവരിലേക്ക് എത്തിക്കുക, വിതരണം ചെയ്യുക എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ 6 സ്റ്റേജസുകളാണ് സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, പഠിക്കണം. 6 സ്റ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് ഇതൊക്കെയാണ്: ക്യാപ്ചറിങ് ഡാറ്റ, ഇൻപുട്ട് ഓഫ് ഡാറ്റ, സ്റ്റോറേജ് ഓഫ് ഡാറ്റ, അതുപോലെ പ്രോസസ്സിംഗ് മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ തരുന്നുണ്ട്. ചെക്ക് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം കണ്ടെത്തണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യങ്ങളാണ്. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക് വരെ ചോദിക്കുന്ന ഭാഗമാണ്. എല്ലാവരും ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക, നോട്ട് ബുക്കിൽ എഴുതണം. നിർബന്ധമായും എല്ലാവരും എഴുതി വെക്കണം. ഓക്കെ.